ലൈവ് ന്യൂസ് പുതുക്കാട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ തിരികുകയും എന്നെ തേജോവധം ചെയ്യാനും രാഷ്ട്രീയ ഒരു കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യവും കൂടിയാണ് ഇപ്പോഴത്തെ LDF നടത്തുന്ന സമരത്തിനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഭൂമി ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഭൂമി എവിടെയെന്ന് അവർ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗജന്യമായിട്ട് ഈ ഭൂമി ഞാൻ കൊടുക്കാം. പിടിച്ചെടുക്കാൻ എനിക്കത് മാനസികമായി തയ്യാറാവാൻ സാധ്യമല്ല. തീർച്ചയായും ഈ പദ്ധതി ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള എനിക്ക് ഒരിക്കലും അത് അനുവദിക്കാൻ സാധ്യമല്ല. അതിനാവശ്യമായ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കും. പക്ഷേ എൻ്റെ ഭൂമി തെളിയിക്കണം. യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവാസ്തവമായ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരെ, കോൺഗ്രസിനെതിരെ, UDF-നെതിരെ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലൈവ് ന്യൂസ് പുതുക്കാട്. 5 പഞ്ചായത്തിലെ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിവാദം ഇന്ന് LDF കൊണ്ടുവന്നിരിക്കുകയാണ്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണെന്നാണ് സ്ഥലത്തിൻ്റെ ഉടമയായ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉയർന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 586/3 പത്തിൽപ്പെട്ട 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലത്തിൽ അത് എൻ്റെ കൈവശത്തിലും ഞാൻ വില തീറാധാരമായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൊടുക്കാമെന്ന് പറയുകയും അതനുസരിച്ച് 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗം ചേർന്ന് ഞാൻ അതിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാമെന്നും അതിനാവശ്യമായ വില നിർണ്ണയിക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പിന് രേഖകളെല്ലാം കൈമാറി. ഈ രേഖകളെല്ലാം കൈമാറിയതിന് ശേഷം അവർ പരിശോധനയ്ക്കായി വരികയും പരിശോധന നടത്തിയപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്ത 1973 മുതൽ പട്ടയം കിട്ടി കോടാലി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് 5ാമത്തെ ടെനൻ്റായി 5ാമത്തെ ആളായി ഞാൻ തീർവാങ്ങിയിട്ടുള്ള ഭൂമിയാണ് ഇത് വിട്ടുകൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഭൂമി അവരുടെ സ്കെച്ച് പ്രകാരം അവർ നോക്കിയപ്പോൾ അത് 200 മീറ്റർ മാറിക്കിടക്കുന്ന സർവേ നമ്പറാണെന്നാണ് റവന്യൂ അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് അവർ വില നിർണ്ണയിച്ച് തരാനായിട്ട് സാധ്യമല്ല എന്ന് കത്ത് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഭൂമി എനിക്ക് സിദ്ധിച്ച ഭൂമി 50 വർഷമായിട്ട് എനിക്ക് നേരിട്ടറിയാവുന്നതും ഞാൻ കളിച്ചു വളർന്നതുമായ ഭൂമിയാണ്. അവിടെ റബ്ബർ തോട്ടവും അതുപോലെ തന്നെ കുരുമുളകും, ഇപ്പോൾ റബ്ബർ വെട്ടിമാറ്റി കശുമാവ് തോട്ടമായിട്ടാണ് അവിടെ അത് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. എന്നാലും വലിയൊരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കേണ്ട പദ്ധതി എന്നുള്ള നിലയ്ക്കും ഏറ്റവും ഉയർന്ന പ്രദേശം എന്നുള്ള നിലയ്ക്കും മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വയർലെസ് സംവിധാനത്തിന് വേണ്ടി ഈ സ്ഥലത്ത് നിന്ന് 5 സെൻറ്റ് സ്ഥലം അവർക്ക് തീറാധാരം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ ടാങ്കിന് വേണ്ടി കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണത്തിൽ മാറിക്കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത് തെറ്റായതാണ്. നേരത്തെ ഈ 5 സെൻറ്റ് ഭൂമി തീർന്നു കൊടുക്കാൻ വേണ്ടി അവർ അത് കറക്റ്റ് ചെയ്ത് സർവേ നമ്പർ തരികയും ഈ ആവശ്യത്തിലേക്ക് ചെന്നപ്പോൾ അത് നിരാകരിക്കുകയും ചെയ്തു. പിന്നീട് നടന്ന പല തലത്തിലുള്ള ചർച്ചകളിലൊക്കെ ഇവർ ഇത് ഭൂമിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം എനിക്ക് തരാതെ വരികയും ആവശ്യമായ രേഖകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ളതും സ്കെച്ചുകളും എനിക്ക് നൽകാതെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്ഥലം MLA-യുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുകയും ആവശ്യമായ ഭൂമി ഞാൻ സൗജന്യമായി വിട്ടു നൽകാമെന്ന് ഇവരോട് അറിയിച്ചു. പക്ഷേ ആ സൗജന്യം സ്വീകരിക്കാതെ ഇത് റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചാലക്കുടി തഹസിൽദാർ നോട്ടീസ് തരികയും നോട്ടീസ് പ്രകാരം അത് 15 ദിവസത്തിനകം വിട്ടൊടിയണമെന്ന് പറഞ്ഞു. തീർച്ചയായും എൻ്റെ ആധാരപ്രകാരം സിദ്ധിച്ചിട്ടുള്ള ഈ ഭൂമി എനിക്ക് 2022 വരെ ഞാൻ നികുതി അടച്ചു വന്നതും കൈവശത്തിലിരിക്കുന്നതും ആധാരവും ഉള്ളതാണ്. കൃത്യമായ ആധാരങ്ങൾ ഇതിന് അന്ന് മുതൽ 73 മുതലുള്ള ആധാരങ്ങളാണ്. ഇപ്പോൾ 2013 ഞാൻ വാങ്ങി എൻ്റെ കൈവശത്തിൽ വന്നിട്ടുള്ളത്. അതിനാവശ്യമായ രേഖകൾ തരാതെ വന്നപ്പോൾ ഇവർ വിട്ടൊഴിഞ്ഞുള്ള ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ MLA-യുമായി സംസാരിക്കുകയും ഇതിനാവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ വെച്ചപ്പോൾ അവിടെ വെച്ചാണ് ഇത് രാഷ്ട്രീയപരമായി തിരിയുന്നത്. അവിടെ വെച്ച് MLA-യും അതുപോലെ തന്നെ നോഡൽ ഓഫീസറായ സബ് കളക്ടർ മുഹമ്മദ് ഷെരീഫ് സ്ഥലം സന്ദർശിക്കുകയും അവർ പിന്നീട് അങ്ങോട്ട് ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. ആ ഏകപക്ഷീയമായ തീരുമാനം എന്ന് പറയുന്നത് തഹസിൽദാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു.
ആ ഉത്തരവും പ്രകാരം ഈ ഭൂമി 15 ദിവസത്തിനോളം വിട്ടൊഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഭൂമി എവിടെയെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് തരാനില്ല. അവർ പറയുന്നു തെക്ക് കിഴക്കായി 200 മീറ്റർ മാറിയാണ് ഇത് കിടക്കുന്നത് എന്ന്, കാട് പിടിച്ചാണ് കിടക്കുന്നതെന്നും ആരുടെ കൈവശമാണെന്ന് ചോദിക്കുമ്പോൾ മറുപടി തരാത്തോ എന്ന സാഹചര്യത്തിൽ ഒരു ഗത്യന്തരമില്ലാതായപ്പോൾ എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. കൃത്യമായ വിവരം കിട്ടുന്നുണ്ട്. ഹൈക്കോടതി ഈ ഫയലുകളെല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ നടപടികളും സ്റ്റേ ചെയ്തുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നുള്ളത്. അത് പ്രകാരം ഇതിൻ്റെ തീരുമാനം വരുന്നവരെ അത് 3 മാസത്തേക്കാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേയുടെ കോപ്പിയാണ് ഇപ്പോൾ നിങ്ങൾക്കിത് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഈ ഭൂമി ഈ പദ്ധതി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആഗ്രഹം എനിക്ക്. ഞാനൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജനങ്ങളോട് വളരെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ തന്നെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. ഈ പദ്ധതി ഇങ്ങനെ വന്നപ്പോൾ വരന്തരവള്ളി പഞ്ചായത്തിലെ എൻ്റെ സുഹൃത്തുക്കളായ പഞ്ചായത്ത് മെമ്പർമാരും ഞാനും ചേർന്ന് ഈ ഭൂമി വയർലെസ് വിഭാഗത്തിന് പോലീസിന് കൊടുത്ത ഏറ്റവും ഉയർന്ന ഭൂമിയാണെന്ന് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് സ്ഥാപിക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. മീറ്റിങ്ങുകൾ വിളിക്കുകയും 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് അവിടെയുണ്ട്. ഇപ്പോഴും ഞാൻ ഈ മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ഈ പദ്ധതി ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ പോയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഭൂമി എനിക്ക് എവിടെ എന്നുള്ളത് അറിയാൻ അതിന് ഉത്തരം തരേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർ നിസ്സഹകരണം നടത്തുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. ഇത് ഈ അവസരം ലാക്കാക്കിക്കൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ MLA അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ തിരികുകയും എന്നെ തേജോവധം ചെയ്യാനും ഒരു കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യവും കൂടിയാണ് ഇപ്പോഴത്തെ LDF നടത്തുന്ന സമരത്തിനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ആരുടെയാണെന്ന് തെളിയിക്കട്ടെ. ആ തെളിയിക്കുന്ന വശം എൻ്റെ ഭൂമി ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി എവിടെയെന്ന് അവർ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗജന്യമായിട്ട് ഈ ഭൂമി ഞാൻ കൊടുക്കാം. പിടിച്ചെടുക്കാൻ എനിക്കത് മാനസികമായി തയ്യാറാവാൻ സാധ്യമല്ല. കാരണം ഞാൻ എന്നെ വിശ്വസിപ്പിച്ചും ഞാൻ പണം നൽകിയും വാങ്ങിയിട്ടുള്ള ഭൂമി എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് MLA അടക്കമുള്ള ആളുകൾ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇതൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 50 കൊല്ലക്കാലം 51 വർഷക്കാലം കൈവശം വെച്ച് കൃഷി ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. അവിടെ വന്നിട്ടുള്ള ഭൂമി ഞാൻ 13 വാങ്ങിയതെങ്കിലും അതിക്ക് മുൻപുള്ള ടെനൻറ്റുകളെല്ലാം കൈവശക്കാരെല്ലാം കൃഷി ചെയ്താണ് ജീവിച്ചത്. ആ ഭൂമി പെട്ടെന്നൊരവസരത്തിൽ പുറമ്പോക്ക് ഭൂമി എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ന്യായീകരിക്കാൻ കഴിയും? ആ ന്യായീകരണമില്ല. 1960 സ്കെച്ച് പരിശോധിക്കാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് വരെ പോയി. അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ ഒരു മാർഗവുമില്ല. ഈ നിസ്സഹകരണത്തിനെതിരെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. തീർച്ചയായും ഈ പദ്ധതി ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള എനിക്ക് ഒരിക്കലും അത് അനുവദിക്കാൻ സാധ്യമല്ല. അതിനാവശ്യമായ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കും. പക്ഷേ എൻ്റെ ഭൂമി തെളിയിക്കണം. അതുവരെയാണ് ധർമ്മ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലമാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ UDFിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തയ്യാറായത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് ഇതിൻ്റെ വിശദാംശങ്ങൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KM ബാബുരാജ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. 11 വർഷത്തിലധികമായി 2013 വർഷത്തോളമായി കൃത്യമായി വില കൊടുത്ത് വാങ്ങിച്ചൊരു ഭൂമി അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീ KM ബാബുരാജ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുതാര്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സാധാരണക്കാരെ സഹായിക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിവാദവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരികയും അതിന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുക്കുകയും MLAയും അടക്കം ആലോചിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ ഇതിനെതിരെയുള്ളൊരു വിവാദം ഉയർത്തി വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കുടിവെള്ള പദ്ധതിയുമായി ഇതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന 5 പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായി ഇതിന് തുടക്കം കുറിക്കാൻ നേതൃത്വം കൊടുത്തത് ശ്രീ KM ബാബുരാജ് തന്നെയാണ്. ഈ ഭൂമിയുടെ പശ്ചാത്തലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇത് 53 വർഷക്കാലമായി നിരവധിയായ ആളുകൾ കൈവശം വെക്കുകയും അവിടെ പലതരത്തിലുള്ള കൃഷി ഒരു കാർഷിക മേഖലയായി തുടർന്നു വരുന്നൊരു പ്രദേശമായിരുന്നു.
കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഈ ഭൂമി വില കൊടുത്ത് തീറാധാരം സിദ്ധിച്ച് വാങ്ങിക്കുകയും അവിടെ നിരവധിയായ കൃഷികൾ ചെയ്തു വരികയുമാണ് ശ്രീ കെ എം ബാബുരാജ്. അതെല്ലാവർക്കും പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു വിവാദം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. തീർച്ചയായും ഇതിന് പിന്നെ ഒരു രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ശ്രീ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു തരംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുതുക്കാട് നിയോജക മണ്ഡലം 8600-ലധികം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു നിയോജക മണ്ഡലം കൂടിയാണ് പുതുക്കാട്. അതിന് സമാനമായ ഒരു സാഹചര്യം, അതിൽ കൂടുതൽ വോട്ടിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റാക്കുകയും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലൊരു ആക്ഷേപം ഉയർത്തുകയും ഇതിന്റെ ഭാഗമായി ഇന്നൊരു ധർണയും മാർച്ചൊക്കെ പുതുക്കാട് സംഘടിപ്പിക്കുകയും ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം. LDFന്റെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾ അതിന് വേണ്ടുന്ന ഒരു കളം ഒരുക്കുന്ന രീതിയിലാണ് BJPയെ സഹായിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമരം. വളരെ നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിലൊരു സമരം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവാസ്തവമായ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ, കോൺഗ്രസിനെതിരെ, UDFനെതിരെ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.